നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം ഒരു വർഷം പിന്നിടുമ്പോൾ ഇസ്രായേൽ നഗരമായ ഹൈഫയെ ആക്രമിച്ച് ഹിസ്ബുല്ല രംഗത്തെത്തിയിട്ടുണ്ട്. റോക്കറ്റ് ആക്രമണത്തിൽ 100ഓളം പേർക്ക് പരിക്കേറ്റതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഇസ്രായേൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതാദ്യമായാണ് ഇസ്രായേലിനെതിരെ ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഹിസ്ബുല്ല നടത്തുന്നത്. അതേസമയം ഹിസ്ബുല്ലയുടെ ആക്രമണം പരാജയപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ ഏകദേശം 1.1 ദശലക്ഷത്തിലധികം ജനങ്ങളാണുള്ളത്. ഹൈഫയ്ക്ക് പുറമെ സമീപ നഗരമായ തിബിരിസിലും റോക്കറ്റ് പതിച്ചിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ആക്രമണത്തിൽ ചില കെട്ടിടങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക താവളം ലക്ഷ്യമാക്കിയാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുല്ല പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാഡി-1 മിസൈലുകളുടെ സാൽവോ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൈഫയിൽ 2 റോക്കറ്റുകളും തിബിരിസിൽ 5 റോക്കറ്റുകളുമാണ് പതിച്ചിരിക്കുന്നതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതേസമയം ലെബനൻ തലസ്ഥാനമായ ബൈറൂട്ടിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ബൈറൂട്ടിൽ ഇന്നലെ രാത്രി നടത്തിയ സ്ഫോടനത്തിൽ നിരവധി ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ലെബനാന് പുറമെ ഗാസയിലും ഇസ്രായേൽ ആക്രമണം ശക്തമാവുകയാണ്. ലെബനാനെ മറ്റൊരു ഗാസയാക്കി മാറ്റാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നാണ് വാസ്തവം. വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ആളുകളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ ഇന്നലെ നടന്ന ബോംബാക്രമണത്തിൽ 9 കുട്ടികളടക്കം 17 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം ഒരു വർഷം പിന്നിടവേ ഗാസയിൽ ഇതുവരെ 41,870 പേർ കൊല്ലപ്പെടുകയും 97,166 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.